ഈ ഒരു കാര്യം ചെയ്, ആ മീൻകാരത്ത് പോയിട്ട് കുറച്ച് നല്ല അയക്കുറെ ആവോലി അങ്ങനെ എന്തെങ്കിലും അല്ല ഒരു കാര്യം ചെയ്, ചെമ്മീൻ തന്നെ അയക്കോ, നല്ല സവാളൊക്കെ ഇട്ട് നല്ല ഫ്രൈ ആക്കി വെച്ചോ. ഞാൻ ഉച്ചക്ക് അങ്ങോട്ട് ഊണയക്കാൻ വരാം. പൈസ കൊടുക്കൊന്നും വേണ്ടേ, ഞാൻ അവനെ നെട്ടിച്ച് നിർത്തിക്കോളാം. ഈ ഒരു കാര്യം ചെയ്യേ, ഒരാള് വരുന്നുണ്ട്, ഒരു ഇര വരുന്നുണ്ട്. പോലീസുകാർ വിളിച്ചാൽ ഹെൽമെറ്റ് എവിടെ? സൈക്കിളിൽ എന്തിനാ സാറേ ഹെൽമെറ്റ്? സൈക്കിളിന് ഹെൽമെറ്റ് വേണം, സൈക്കിളിന് ഹെൽമെറ്റ് വേണം. എന്തിനാന്ന്? ഇരുചക്ര വാഹനങ്ങൾക്ക് ഹെൽമെറ്റ് വേണം എന്ന് അറിഞ്ഞൂടെ? അപ്പൊ ഈ മണ്ണ് ഉന്തി കൊണ്ടാണ് അർബാനൊക്കെ ഹെൽമെറ്റ് വേണ്ടിവരുമല്ലോ. ചിലപ്പോ വേണ്ടി വരും. ശരി, നിങ്ങളെന്ത് പോലീസുകാരനാണ്? ഹെഡ്ലൈറ്റ് ഇല്ലടാ. ഹെഡ്ലൈറ്റോ? പട്ടാ പകൽ എന്തിനാ സാറേ ഹെഡ്ലൈറ്റ്? പെട്ടെന്ന് ഇരുടായി കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്യും? ഞാൻ എന്ത് ചെയ്യാനാ? ഹെഡ്ലൈറ്റിൽ ഫൈൻ അടിക്കണം, ഫൈൻ അടിക്കണം. എങ്ങടാ പോണ? എങ്ങടാ പോണേ? ഭാര്യ ഉണ്ട് ഇവിടെ ഹോസ്പിറ്റലിൽ കിടക്കുന്നു. എവിടെ? ഇവിടെ BVS ഹോസ്പിറ്റലിൽ. അല്ല ലൈസൻസ് ഉണ്ടോ? സൈക്കിളിന് ലൈസൻസ് എന്തിനാ സാറേ? വേണം. പെറ്റടി പെറ്റെടുക്കല്ല, 2 ദിവസം കൂടി ഉണ്ട് പറയാൻ. പെറ്റി അടിക്കാൻ ഫൈൻ, ഫൈൻ. പൈസ അടിക്കണോ? 100 റുപ്യ അടിക്ക്. എന്റെ അടുത്ത് ആപ്പാട് 50 റുപ്യ ഉള്ളൂ. ഇവിടെ ഭാര്യ പ്രസവിക്കാൻ കിടക്കണം, അതും സ്വകാര്യ ആശുപത്രിയിൽ. എന്നിട്ട് എന്റെ കയ്യിൽ 50 റുപ്യ ഉള്ളൂ എന്ന് പറയണേ. ഞങ്ങളൊരു കാര്യം ചെയ്യും, എന്റെ അളിയനാന്ന് സങ്കല്പിക്കാം, എന്നിട്ട് 5000 റുപ്യ കടന്നു തരും. ഉള്ള അളിയന്മാരെ കൊണ്ട് ഞാൻ സഹിക്കാം. പൈസ ഉണ്ടോ? എന്റെ ആപ്പാട് 50 റുപ്യ ഉള്ളൂ. 50 കിട്ടുകൊണ്ടാ? എന്തൊരു കസ്റ്റമർ ചെറ്റ പോലീസ്. ഹെൽമെറ്റ് ഇല്ല, ഹെഡ്ലൈറ്റും ഇല്ല. കുറിപ്പ് കാല പണ്ടാറ ലൈസൻസ് പോ, വണ്ടി എടുത്തു പോ, വണ്ടി എടുത്തു പോ. മോനെ രാഗിട്ടൊക്കെ തരുന്നു. നമുക്ക് കുഷ്ഠരോഗം പിടിക്കട്ടെ പട്ടിയെ. അന്യഗ്രഹത്തിന് എന്തൊരു ജീവി വരുന്നുണ്ട്, വലിയ കൂറന്റെ മാതിരി തലൊക്കെ. അതാ വരുന്ന എന്ത് സാധനം? ഇല്ല, ഞാനിപ്പോ എത്തിയിട്ടേ ഉള്ളൂ. ലേറ്റായി. പോത്തിനും അതിന്റെ വഴിയിൽ നിന്ന് വയറിളക്കം പിടിച്ചില്ലേ? മിഞ്ഞാന്ന് ഭസ്മാസുരന്റെ മോളെ കല്യാണത്തിന് പോയില്ലേ? അവിടെ നിന്ന് വെച്ച വെൽക്കം ഡ്രിങ്ക് കുടിച്ചല്ലോ. 3 ബക്കറ്റ് കുടിച്ചപ്പോഴേ എനിക്ക് തോന്നിയത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. ഇല്ല, ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഒരു 28 കിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ടാവും. എന്നിട്ട് ധന്വന്തരിന്റെ ഹോസ്പിറ്റലിലാക്കി അവിടെ നിർത്തി പോന്ന. ഇല്ല, ഇന്നുകൊണ്ട് കാര്യങ്ങളൊക്കെ റെഡിയാവുമെന്ന് വിചാരിക്കുക. ആണോ? എന്തു പറഞ്ഞു? പ്രശ്നമായ തെറി വിളിച്ച ഇന്നാ? ഞാൻ അവിടെ ഇല്ലാന്ന് പറഞ്ഞറിയില്ലേ? ശേ, എന്തായാലും വെക്ക്, ഞാൻ വന്ന കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് ഞാൻ പെട്ടെന്ന് വരാം. ഏതായാലും ഒരു ഇവന്റ് കമ്പനി തുടങ്ങിപ്പോയില്ലേ, നോക്കാം. അല്ല, ആരാ ചീത്ത വിളിച്ചേ? എനിക്കൊരു പണിക്കാരനുണ്ട്, ചിത്രഗുപ്തൻ. 6-7 മാസമായി ശമ്പളം കൊടുത്തിട്ട്. ഇന്ന് ഞാനില്ലാത്ത സമയം നോക്കിയിട്ട് എന്റെ ഭാര്യന്റെ അടുത്ത് വന്ന് പ്രശ്നം ഉണ്ടാക്കിയ. പൈസ കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് വല്ലാത്തൊരു കൊടുക്ക. എന്താ ചെയ്യാന്നല്ല, മനസ്സിലായില്ല? യമൻ. തീവ്രവാദി ഒന്നല്ല, അതിനേക്കാൾ കുറച്ചുകൂടി വലുതാ. അതിനെക്കാട്ടും വലിയ പിടിയാണല്ലേ? അതെ അതെ അതെ. കാലൻ എന്ന് പറയും. SSLC ബുക്ക് പ്രകാരം എന്റെ പേര് പി യമരാജ്. അച്ഛന്റെ പേരാ. അച്ഛന്റെ പേരെന്താ? പണ്ടാരക്ക. നിങ്ങൾ അച്ഛൻ ഇവിടെ ഭയങ്കര ഫേമസ് ആണോ? ഞങ്ങളുടെ നാട്ടിലൊക്കെ തമ്മിന് കച്ചറ കൂടിയാ പറയും, എന്താ പറയാ, ഓടാ പണ്ടാര കലാന്ന് വിളിക്കും. അച്ഛൻ മരിച്ച ഒഴിവിലാണല്ലോ എനിക്ക് ജോലി കിട്ടിയത്. അത് ശരിയാ. നിങ്ങൾ ഏത് വണ്ടിക്കാ വന്നേ? ഞാനോ? 4 2 4. അപ്പൊ സീറ്റ് ബെൽറ്റ് ഇട്ടില്ല, കൂട്ടെന്നാ ഞാൻ ഫൈൻ അടിക്കും. പോത്തിന് സീറ്റ് ബെൽറ്റോ? പോത്തല്ലേ എന്റെ വാഹനം, അതിന് സീറ്റ് ബെൽറ്റിന്റെ ആവശ്യമില്ലല്ലോ, മൂക്കുകയറ് മാത്രം പോരെ. നിങ്ങൾക്ക് അവിടുന്ന് വിമാനം എടുത്തു പോകുന്നൂടെ? എവിടുന്ന്? അവിടെ അവിടെ ആകെപ്പാടെ ഒറ്റ വിമാനേ ഉള്ളൂ. അത് തന്നെ രാവണന്റെ കയ്യിലുള്ള പുഷ്പക വിമാനം എന്ന് പറഞ്ഞ സാധനം. ഞാൻ ചോദിക്കാൻ നിൽക്കല്ല, ഞങ്ങൾ തമ്മിൽ ചെറിയൊരു പ്രശ്നമുണ്ട്. അതായത് എന്റെ ക്വാർട്ടേഴ്സിന്റെ തൊട്ടിപ്പുറത്തുള്ള പുറമ്പോക്ക് ഭൂമിയിലാണ് രാവണൻ താമസിക്കുന്നത്. വല്ലപ്പോഴൊക്കെ വരുള്ളൂ, വന്നിട്ടൊരു നിപ്പ ഇങ്ങനാണ്ട് നിന്ന് കഴിഞ്ഞാൽ 3 തല എപ്പോഴും എന്റെ വീട്ടിലേക്ക് കറക്റ്റിന്റെ കുളിമുറിന്റെ ഭാഗത്തേക്ക്. ഭാര്യ ഒന്ന് സ്വസ്ഥമായിട്ട് കുളിച്ചിട്ട് എത്ര നാളായി അറിയാം നിങ്ങൾക്ക്? ഭാര്യ കുളിക്കാത്ത നിങ്ങൾ എന്തിനാ ചൊറിയണേ? ഇവക്ക് കാവല് നിന്നിട്ട് എനിക്ക് കുളിക്കാനുള്ള സമയം കിട്ടണ്ടേ? ആലോചിക്കണ്ടേ? വല്ലാത്തൊരു വന്നതിന്റെ ഉദ്ദേശം എന്താ? വന്നതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു സങ്കടമാണ്. സാമ്പത്തിക പ്രതിസന്ധി വല്ലാണ്ടുണ്ട് നരകത്തില്. ആളുകൾക്ക് ശമ്പളം കൊടുത്തിട്ട് കുറെ കാലായി. അവിടെ ആരും ഇപ്പൊ ഒരു പണിയെടുക്കൂല, എല്ലാരും സമരത്തിലേക്ക് പോവാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ച് എന്തായാലും ഇപ്പോ
ധനശേഖരണാർത്ഥം ഒരു ടിക്കറ്റ് പ്രോഗ്രാം നടത്തുക. അവിടെ അതിനാണ് ഞാൻ സ്വന്തമായിട്ട് ഇവന്റ് തുടങ്ങിയല്ലോ, ബഫല്ലോ ഇവന്റ്സ്. അപ്പൊ എന്തായാലും ഈ ഇവന്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നൊരു ഗാനമേള, മിമിക്രി, നാടകം, ഡാൻസ്, അങ്ങനെ എന്തെങ്കിലും ഒരു പ്രോഗ്രാം അവിടെ കൊണ്ടുപോയിട്ട് ഒരു ടിക്കറ്റ് പരിപാടി വെക്കണം. ആ ടിക്കറ്റ് പരിപാടിയിൽ നിന്ന് കിട്ടുന്ന കാശ് കൊണ്ട് ബാക്കിയുള്ള സ്റ്റാഫിന്റെ ഒക്കെ ശമ്പളം കൊടുക്കണം, കാര്യങ്ങളൊക്കെ ഒന്ന് നേരെയാക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഇപ്രാവശ്യത്തെ പരിപാടി, അല്ലാണ്ട് കൊല്ലാൻ വേണ്ടി വന്നതല്ല. നിങ്ങൾ കൊന്നിട്ടാണോ കൊണ്ടുപോകാൻ? അതെങ്ങനെയാ കൊന്നിട്ട് കൊണ്ടുപോകുക? ആർട്ടിസ്റ്റുകളല്ലേ, അവരെ കൊണ്ടുപോകുക, തിരിച്ചതേപോലെ തന്നെ കൊണ്ടുവരണം. അത് വേണമല്ലോ. അതിന് പറ്റിയ ആളുകളെ തപ്പിയിറങ്ങിയത്. അങ്ങനെ വല്ല പരിചയത്തിലും? അങ്ങനെയാണെങ്കിൽ ഞാനൊരു പഴയ പാട്ടുകാരനാണ്. പഴയത് വേണ്ട എന്നുള്ളൊരു തീരുമാനമാണ്, പുതിയത് മതി എന്നുള്ളതുകൊണ്ട്. അപ്പൊ പഴയതല്ല വേണ്ടത്. പാട്ടോ അല്ലെങ്കിൽ നാടകമോ അങ്ങനെ എന്തെങ്കിലും, നാടകത്തിന്റെ ആരെങ്കിലും ഒക്കെ ആയിട്ട് പരിചയം ഉണ്ടാവും. നാടകത്തിന്റെ ഒരു ചെങ്ങാതിനല്ല. അടുത്തൊരാളുണ്ട്. എവിടെ? ഇങ്ങോട്ട് നോക്ക്. ഞാൻ ഞാൻ പഴയ ബാലേ നടനല്ലേ. ഇത്തിരി കാലമായിട്ട് ബാലനടനായിട്ട് എടുക്കാം. ബാലനടനല്ലോ, ബാലേ നടൻ. ട്രൂപ്പൊക്കെ ഉണ്ടല്ലോ എനിക്ക്. തേടിയ വള്ളി കാലിൽ ചുറ്റില്ലേ? അതല്ല ഞാൻ പറഞ്ഞതാ, നാടകം. പിന്നെ അപ്പൊ നിങ്ങളുടെ ഒരു നാടകം അവിടെ വന്നിട്ട് നമ്മുടെ ഓഡിറ്റോറിയത്തിൽ ടിക്കറ്റ് പരിപാടിയായിട്ട് വെച്ച് കഴിഞ്ഞാൽ കുറച്ചൊരു പൈസയൊക്കെ കളക്ട് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പൊ എന്തായാലും വന്ന് എന്നെ ഒന്ന് സഹായിക്കണം. നിങ്ങൾക്ക് പറ്റിയ ആളെ കിട്ടിയല്ലോ. അതെ അതെ അതെ, ഞാൻ നേരത്തെ എഴുതിനെ പിടിക്കാൻ പോട്ടെ. നടക്കട്ടെ നടക്കട്ടെ. ഞാൻ രക്ഷപ്പെട്ട് കാണണം കേട്ടോ. ഞാൻ 50 വാങ്ങണ്ട 100 ആക്കിക്കാണ്ട് പറ്റി. അപ്പൊ ഏതാ നാടകം? ഏതാ നാടകം? നാടകം കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഞാൻ ഇപ്പൊ കളിക്കല്ല. അങ്ങനെ പറയരുത്, കളിക്കല്ല. അല്ല എന്താ കാര്യം? എന്താ അനുഭവമാണല്ലോ ഗുരു. അത് ശരിയാണ്. എന്താ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവില്ല, അങ്ങനെ പറയല്ലേ. ഞാനിപ്പോ നിങ്ങളെ കണ്ടപ്പോ ഒരു സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുകയാണ്. നെന്മാറ വേല കേട്ടുണ്ടോ? പാലക്കാട്? പാലക്കാടല്ലേ? അല്ല, കോഴിക്കോടാണല്ലോ നെന്മാറ. അല്ല, പാലക്കാട് നെന്മാറ വേല കേട്ടിട്ടുണ്ടോന്നല്ല, കണ്ടിട്ടുണ്ട്. കാണേ. ഞങ്ങള് പരലോകത്ത് ഭൂമിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ രണ്ട് സാധനങ്ങളെ കാണുള്ളൂ. എന്ത്? ഒന്ന് ചൈന വൻമതിൽ, മറ്റൊന്ന് നെന്മാറ വെടി. കഴിഞ്ഞ നെന്മാറ വെടിക്കെട്ടിന് ഒരു ഗുണ്ടിങ്ങാന വന്നിട്ട് നരകത്തിന്റെ വാതിലിന്റെ ചോട്ടെന്നല്ലേ പൊട്ടിയത് തന്നെ. വല്ലാത്തൊരു ഗുണ്ടായി പോയല്ലോ. ഏത്? നിങ്ങൾ വല്ലാതെ ഗുണ്ട് പൊട്ടിക്കാൻ. ശരി, എന്റെ നാടകം ശ്രദ്ധിച്ചു കേട്ടോ. എന്റെ നാടകം ലങ്കാദഹനം. ഞാനാണ് മെയിൻ കഥാപാത്രം. ഹനുമാൻ ആവുമല്ലോ, ഉറപ്പല്ലേ? അല്ല, ആവണല്ലോ. അപ്പൊ ഈ രാവണന്റെ വില്ലേജ് കത്തിക്കുന്ന സീനാ. രാവണന്റെ വില്ലയോ? അല്ല, ഫ്ലാറ്റോ? അല്ല, ഒരേ കംപ്ലീറ്റ് നഗരി, ലങ്കാനഗരി. ലങ്കാനഗരം കത്തിക്കുന്ന സീനാ. അപ്പൊ ഹനുമാൻ ഞാനാണല്ലോ. അപ്പൊ ഈ ഹനുമാന്റെ വാലിന്റെ മുകളിൽ തീ കൊടുത്തിട്ടാണ് ഈ ലങ്ക കത്തിക്കുന്നത്. അപ്പൊ ഈ ലങ്ക കത്തി എന്തായാലും ഇങ്ങനെ കത്തണേലും എന്തായാലും ഒരു 5 മിനിറ്റ് പിടിക്കും. അപ്പൊ ഈ 5 മിനിറ്റ് കത്തുന്ന സമയത്ത് എനിക്കൊരു 5 മിനിറ്റ് ഗ്യാപ്പാ. അപ്പൊ ഞാൻ എന്ത് ചെയ്ത്, ഏതായാലും 5 മിനിറ്റ് ഗ്യാപ്പ് ഉണ്ടല്ലോ, സ്റ്റേജിന്റെ ബാക്ക് പോയി ഒരു സിഗരറ്റൊക്കെ പിടിക്കാരിച്ച് ഒരു കല്ലിന്റെ മുകളിൽ പോയിരുന്ന് എന്റെ വാലിന്റെ മുകളിൽ തീയിട്ട് കെട്ടിട്ടില്ല. ഇത് നേരെ പോയി പിടിച്ചിരിക്കുന്ന അമിട്ടിന്റെ കുറ്റീന്റെ മുകളിലാണ്. ഇതിന്റെ മുകളിൽ തിരിക്കായിട്ട് തീ പിടിച്ചിട്ട് ഞാനും ഈ അമിട്ടും കൂടെ ഒറ്റ പൊന്തല ഒരു 6 തെങ്ങിന്റെ ഹൈറ്റില്. ഞാൻ അവിടുന്ന് മുകളിൽ ഇങ്ങനെ ഈ ഗതയും പിടിച്ച് താഴോട്ട് നോക്കുമ്പോ ഇവിടുന്ന് ഒരു പച്ച ലൈറ്റ്, ഇവിടുന്ന് ഒരു മഞ്ഞ ലൈറ്റ്, ഇവിടുന്ന് ഒരു വെള്ള ലൈറ്റ്. ആൾക്കാരാണ് മരണ കയ്യടി. ഞാൻ താഴോട്ട് നോക്കുമ്പോ ഡിജിറ്റൽ നാടകം ഞാനാണ് മരണ വെപ്രാളു. അതിന്റെ മുകളിൽ അങ്ങനെ താഴത്ത് മണിക്ക് എന്റെ പൊടി പോലും ഉണ്ടാവുമല്ലോ കാല. എന്നിട്ട് എങ്ങനെ രക്ഷപ്പെട്ടിട്ട് ഈ അമ്മിട്ടിന്റെ അകത്ത് ഇങ്ങനെ കോട വിരിയല്ലോ പൊട്ടിയിട്ട്, ആ കോടന്റെ കാലൊരു പിടുത്തം പിടിച്ച് ഒരൊറ്റ പിടുത്തം ആ കോടന്റെ കാല് മുറുക്കായിട്ട് പിടിച്ച് 5-6 മണിക്കൂർ അങ്ങനെ കറങ്ങല്ലേ. അന്നാണ് പണ്ടാറടിക്ക് ഒരു കൊടുങ്കാറ്റു. അങ്ങനെ നേരെ പോയി വീണതോ വിവേകാനന്ദ പാറന്റെ മുകളിലും. അത് തലയിൽ കുത്തനെ മസ്തിഷ്കം വിളകിപ്പോയില്ലേ. എനിക്കെന്തോ തറാറുണ്ടോ? അല്ല, അന്ന് മുതൽ എന്തോ ഞാൻ നാടകം നിർത്തിക്കാഞ്ഞാ. അല്ല, അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്കിപ്പോ എന്തായാലും ഞാൻ വന്ന സ്ഥിതിക്ക് ഇപ്പൊ ഇവിടുന്ന് ഒരാളെ ഒരു ഗ്രൂപ്പിനെ കൊണ്ടുപോകണല്ലോ. ഇപ്പൊ നാടകമാണെങ്കിലും ഡാൻസ് ആണെങ്കിലും എന്തെങ്കിലുമൊക്കെ ആയിട്ട് കൊണ്ടുപോകണം. അങ്ങനെ ഒരു നാടകം അല്ലെങ്കിൽ പിന്നെ നമുക്ക് വേറെ എന്താ ഒരു സാധ്യത ഉള്ളത്? വേറെ ഇപ്പൊ എന്ത് സാധ്യത? നാടകം നടക്കൂല. ഡാൻസ് നിങ്ങൾക്ക് ഇഷ്ടം പോലെ ആൾക്കാരുണ്ടല്ലോ. മൈക്കിൾ ജാക്സൺ ഉണ്ട്, സിൽക്ക് സ്മിത് ഉണ്ട്. ഈ മൈക്കിൾ ജാക്സന്റെ കഥ അറിയാം. അവിടെ എല്ലാ റെസിഡൻസ് അസോസിയേഷനിലും വന്നിട്ട് വാർഷികത്തിന് ഇതന്നെ കളി. ആളുകൾക്ക് മടുത്തു തുടങ്ങിയില്ലേ? അതുകൊണ്ടല്ലേ ഞാൻ വേറെ ആൾ അന്വേഷിച്ചു വന്നത്. സിൽക്ക് സ്മിതനാണെങ്കിൽ ഇപ്പൊ പഴയ പോലെ ഡാൻസ് കളിക്കാൻ കിട്ടൂല. അവിടെ കുടുംബശ്രീന്റെ കോർഡിനേറ്റർ അല്ലേ, രാവിലെ പോവില്ലേ തൊഴിലുറപ്പ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ സിൽക്കേച്ച് ഡാൻസ് ഒന്നുമില്ല. അതല്ലേ പറഞ്ഞ വല്ലാത്തൊരവസ്ഥയല്ല. ഞാനാണെങ്കിൽ വാക്കും കൊടുത്തു. ഇനിയിപ്പോ എന്താ ചെയ്യാ? പരിഹാരം ഉണ്ടാക്കാം. അല്ല, നമ്മളിപ്പോ
സംസാരിച്ചപ്പോ കുറച്ചൊരു കമ്പനി ആയല്ലോ. അതുകൊണ്ട് അതുകൊണ്ട് ഞാൻ സംഭവം ചോദിക്കാൻ പോവാ. നിങ്ങൾ കൊടന്റെ പരിപാടി നിർത്തിയോ? കൊടന്റെ പരിപാടിയോ? അപ്പം മഴക്കാലാണല്ലോ. ആർക്ക് കൊടേന്റെ പരിപാടി? നിങ്ങളെ പേരിൽ ഒരു കൊട ഇറങ്ങിയല്ലോ. എന്റെ പേരിൽ കൊടയോ? ഒരു കാലം കൊടാന്ന് പറഞ്ഞിട്ട്. ഒരു കാലം കൊടയും ഞാനുമായിട്ട് യാതൊരു ബന്ധമില്ല. എന്താ ഈ മാവേലി സ്റ്റോർ മാവേലി ഉണ്ടാക്കിയതാ? അല്ല. മൈസൂർ പാക്ക് എന്ന് പറഞ്ഞ സാധനം മുഴുവൻ ഉണ്ടാക്കണ മൈസൂരിൽ നിന്നാണോ? അല്ല. ഇത് കുന്നംകുളത്ത് ആരും അടിച്ചിറക്കിയിട്ട് എന്റെ പേര് പറഞ്ഞെന്ന് വെച്ചിട്ട് എനിക്ക് യാതൊരു ബന്ധമില്ലാത്തൊരു സാധനം കാലം കൊട. ഞാൻ കൊട കച്ചവടം എന്നല്ല, എനിക്ക് പരിപാടി എന്ന് പറഞ്ഞാൽ കൊല്ല കൊണ്ടുപോകുക അതിന്റെ കാര്യങ്ങളാ. അപ്പൊ കൊടയായിട്ട് യാതൊരു കോഴി കച്ചവടം. എന്ത് കോഴി കച്ചവടല്ലേ? എന്നെ കണ്ടിട്ട് കോഴി കച്ചവടം ഉള്ള ഒരാളാണെന്ന് തോന്നുന്നുണ്ടോ? നിങ്ങളെ പേരിൽ കോഴി ഉണ്ടല്ലോ. എന്ത് കോഴി? കാലം കോഴി. അത് പേരിൽ അങ്ങനെ ഉണ്ടോന്നുള്ളത് അത് ഞങ്ങളുടെ മെസ്സഞ്ചറാണ്. അതായത് ഇപ്പൊ ഈ നാട്ടിൽ ഒരു മരണം നടക്കാന്ന് വെച്ചാൽ ഈ കാലം കോഴി ആദ്യം നമ്മൾ അങ്ങോട്ട് പറഞ്ഞയക്കും. അത് വന്നിട്ട് ആരെങ്കിലും ഭരിക്കാനുണ്ടോ, ആരെങ്കിലും ഭരിക്കാനുണ്ടോ അങ്ങനെ വിടുന്ന സ്ഥാനം. അതല്ലാതെ ഞാനായിട്ട് അതിന് വലിയ ബന്ധമില്ല. വേറൊരു കാര്യങ്ങളാ അതല്ല. നിങ്ങളതല്ല ഞാൻ പറഞ്ഞ കാര്യം ഒന്ന് എന്തെങ്കിലും. അത് ആളുണ്ട്, പക്ഷെ ആളുണ്ട്. ഉറപ്പാ? ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ. എങ്ങനെയുണ്ട്? നന്നായിട്ട് ഡാൻസ് ചെയ്യും. എന്റെ നാടൻ ട്രൂപ്പ് കളിച്ചാക്കണല്ലേ? ആണോ? പിന്നെ വന്നു കഴിഞ്ഞാൽ അടിപൊളിയാവും. അടിപൊളിയാവും. സൂപ്പറാ സംഭവം, സൂപ്പർ. അവനെ കിട്ടാൻ നോക്കട്ടെ. ഒന്ന് വിളിക്കും. കിട്ടാനാ ബുദ്ധിമുട്ട്. വേഗം. ഹലോ ഉണ്ണികൃഷ്ണ. ഹലോ ഉണ്ണികൃഷ്ണ. ആരാണ്? ഞാനാടാ. ഏത് ഞാനാടാ? ബാലചന്ദ്രൻ. ഏത് ബാലേന്ദ്രൻ? ബാലേന്ദ്രനല്ല, ബാലചന്ദ്രൻ. നമ്മള് ബാലേന്ദ്ര മേനോനോ? ബാലേന്ദ്രൻ എന്റെ അച്ഛൻ. ബാലചന്ദ്രൻ, നായിക്കാട്ടൻ ചന്ദ്രൻ. നായിക്കാട്ടൻ ചന്ദ്രൻ. എവിടെ ഉള്ളത്? ഞാന് ഡാൻസ് ക്ലാസ്സിലാ. ഒരു കാര്യം ചെയ്യ്, വേഗം കൊണ്ടുപോവാ. ഒരു 5 മിനിറ്റ് കൊണ്ട്. എന്തേ കാര്യം? അനക്ക് നല്ലൊരു കോള് വന്നിട്ട് മോനെ. എന്താ കോള്? അനക്ക് പുറത്തു പോവാൻ നല്ലൊരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. സാധാരണ ആൾക്കാർ ആത്തിട്ട് പോട്ടല്ല, ഇനിയിപ്പോ പുറത്തേക്കാ? എടാ, അതായത് ഗൾഫ് വിദേശ രാജ്യം തന്നെ. അനക്ക് വിമാനത്തിലൊക്കെ കയറാനുള്ള യോഗം ഉണ്ട്. അതെ. നിങ്ങൾ എവിടെയല്ലേ? ഞാൻ ബൈപ്പാസിലുണ്ട്. വൈഫ് ഹൗസിലോ? വൈഫ് ഹൗസിലല്ല, ബൈപ്പാസില്. എന്നാ നിങ്ങൾ അവിടെ നിന്നോളൂ, ഞാൻ ഇപ്പൊ വരാ. വേട്ടോ. അയാളെ വിടരുതേ. ഇല്ല. എന്താ പറഞ്ഞത്? നിങ്ങൾ ഭാഗ്യണ്ട്. വരുമോ? എന്താ അറിയോ, എനിക്ക് 5:30-ക്കുള്ള പോത്തിന് തിരിച്ചു പോണേ. 5:30-ക്കുള്ള പോത്ത്? എന്താ 5:30-ക്കുള്ള ട്രെയിൻ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. എനിക്ക് ട്രെയിൻ അല്ലല്ലോ, പോത്തല്ലേ. അങ്ങക്ക് ആ പോത്തിനൊക്കെ ഒഴിവാക്കിട്ട് ഒരു ബൈക്ക് എടുത്തൂടെ മനുഷ്യ? എന്നിട്ട് പെട്രോളിന് എന്താ വില? 80 റുപ്യ. എന്നിട്ട് ഞാൻ പെട്രോൾ അടിച്ച് മുട്ടിയാണെന്നാ പറയണത് അല്ലേ? ഇതാവുമ്പോ പുല്ലും വെള്ളവും കൊടുത്താൽ മതി, നല്ല മൈലേജ് ഇഷ്ടം പോലെ പ്രാവശ്യം. വെറുതെ നമ്മൾ വേണ്ടാത്ത റിസ്ക് എടുക്കാൻ നിൽക്കുന്നത്. ആര്? കാലെന്ന് പറഞ്ഞ ആളാണ്. എന്നെ പരിപാടിക്ക് കൊണ്ടുപോകാൻ വന്നാ. ഇതെന്താ നായ്ക്കൂർക്കനാ? യമധർമ്മൻ ഒറിജിനൽ കാലൻ. ഏത് കാലേ? എടാ, നമ്മളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ നമ്മള് ജീവൻ കൊണ്ടുപോകൂലേ? ജീവന്റെ എന്തിനാ? ജീവന്റെ അച്ഛനല്ല, ചെറിയച്ഛൻ. ആരാ? എനിക്ക് മനസ്സിലായില്ലേ ആരാ? കാലൻ യമധർമ്മൻ എന്ന് കേട്ടണ അയാളാണിത്. അയ്യോ, എന്തേ? ഞാനൊരു കാര്യത്തിന് വേണ്ടി വന്നാണ്. ഞാനോട് പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങള്. പേടിയാവണേ. അല്ല, പേടിക്കേണ്ട കാര്യമില്ല, ഇങ്ങോട്ട് വരൂ. എന്നോട് ഇപ്പൊ പറയണ്ടേ, നന്നായിട്ട് ഡാൻസ് കളിക്കുന്ന ആളല്ലേ. അപ്പൊ എന്തായാലും ഞങ്ങൾക്ക് പരലോകത്തൊരു പരിപാടി അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇയാളോട് ഇപ്പൊ വരാൻ വേണ്ടി പറഞ്ഞത്. അപ്പൊ നിങ്ങൾ അവിടെ വരിക, ഒരു നല്ല ഡാൻസ് പെർഫോമൻസ് അവിടെ ചെയ്യുക, ടിക്കറ്റിന്റെ പൈസ ഒക്കെ വാങ്ങിട്ട് തിരിച്ചിങ്ങോട്ട് വരാം, അത്രയേ ഉള്ളൂ. അയ്യോ, ഞാനങ്ങോട്ട് എനിക്ക് ഇവിടെ തന്നെ നിൽക്കാനുള്ള നേരം. എന്നിട്ടാ പരലോകത്തേക്ക്? ഒറ്റ മിനിറ്റ്. അല്ല, എന്നോടൊരു കാര്യം ചോദിക്കാണ്ട്. ഇങ്ങോട്ട് എന്താ? എന്തിനാ കഴിഞ്ഞ ദിനേശേട്ട കല്യാണ വീട്ടിൽ അടി ഉണ്ടാക്കി? ആര്? ഞാനോ? ആടോ, കാലേട്ടാ പറയണേ കേട്ടില്ലേ? ഞാൻ നിങ്ങൾ കഥ അറിയാതെ ആട്ടം കാണരുത്. സത്യത്തിൽ എന്താ ഉണ്ടായതെന്ന് അറിയാം. ഞാൻ എന്നെ വിളിച്ചില്ല കല്യാണത്തിന്, എന്നാലും പോണ്ട മര്യാദ വെക്കില്ലേ? ഞാൻ അങ്ങനെ വിളിക്കാത്ത കല്യാണത്തിന് പോയല്ലോ. അല്ല, എന്നാലും ഞാൻ പോയി ചെന്നേം വഴിക്ക് അവിടെ എന്താ ഉണ്ടായത്? ചോറ് വിളമ്പി. ചോറ് വിളമ്പുമ്പോൾ ആദ്യം എന്താ ചെയ്യാ? ചോറ് തിന്നു. നിങ്ങൾക്ക് ഏത് സമയം നക്കളുടെ വിചാരമല്ലല്ലോ. ഇവിടെ ചോറ് വിളമ്പി കഴിഞ്ഞാൽ ഞങ്ങൾ അവിടുത്തെ സമ്പ്രദായം ഒരു കുഴി കുഴിക്കും, കറി വിളമ്പാൻ. അങ്ങനെ ഒരു കുഴി കുഴിച്ച് ഞാൻ ആ കുഴി കുഴിച്ചേം വഴിക്ക് കുറച്ച് കഴിക്കാൻ 1.5 മണിക്കൂറോളം കാത്തു നിന്ന് കറി വിളമ്പില്ല. അങ്ങനെ കാത്ത അപ്പൊ കൊറേ കഴിഞ്ഞപ്പോ ഒരുത്തണ്ട് കറി ഇട്ട് വന്ന് വിളമ്പിക്കിന്. അപ്പൊ ആ ചോറിന്റെ മുകളില് ആ കുഴിയില്. അപ്പൊ ഞാൻ അവനോട് ചോദിച്ചു, എത്ര നേരം? 1.5 മണിക്കൂറായല്ല എന്നെ കാത്തിക്കണ്. പിന്നെ ഈ കുഴി എന്തിനാ കുഴിച്ചിട്ട് എന്റെ അമ്മേനെ കുഴിച്ചിട്ടാനാ വെച്ചു.
ആ വഴിക്കുന്ന ഒരു ബക്കറ്റ് സാമ്പാറോ തലേ പറഞ്ഞാൽ നിന്നെ ഓന്റെ ബാക്കിൽ നിൽക്കണ ഒരു ബക്കറ്റ് പായസവും ഓന്റെ അച്ഛനെ ഞാൻ പറഞ്ഞിട്ടുമില്ല. ഞാൻ എന്ത് ഒരു എളുപ്പമില്ലാണ്ടായി ഞാനത് നക്കി മലന്ന് കുടിച്ചാൽ എന്താ അതല്ല നീ നിങ്ങൾക്ക് പഞ്ചായത്തിന് കോഴീനെ കിട്ടീനി? എനിക്ക് പഞ്ചായത്ത് ഒരു 6 കോഴിനെ കിട്ടി തന്നെ. നിങ്ങൾക്ക് പഞ്ചായത്ത് കോഴീനെ കിട്ടി? അവിടെ പഞ്ചായത്തില്ല, അവിടെ മുനിസിപ്പാലിറ്റിയാ. പരലോകം എന്ന് പറയുന്നത് അങ്ങനെ പഞ്ചായത്തിലൊന്നും പെടുത്താൻ പറ്റിയ ഒരു സ്ഥലമല്ല, മനസ്സിലായോ? അല്ല നിങ്ങൾക്ക് എത്ര കോഴീനെ കിട്ടി? എനിക്ക് 6 കോഴിനെ കിട്ടി, 3 പൂവനും 3 പെടയും തന്നെ. അതെ, നിങ്ങൾ ഒരു കോഴി എത്ര മുട്ടടോ? ഒരു കോഴി ഇപ്പൊ ഒരു മാസമായിട്ട് ഒരു 10 മുട്ട ഉണ്ട് ഡെയിലി. ഒരു ദിവസം 10 മുട്ട. ആടോ നിങ്ങളെ കോഴിക്ക് എന്താ വയറ്റ് നോക്കണ്ടോ? ആടോ ഒരു 5 മുട്ടെങ്കിലും ഇടും. അതിന് ഉറങ്ങൊന്നും വേണ്ട, അങ്ങനെ പടപടപടോന്ന് അറിഞ്ഞിട്ട് തന്നെ ഇങ്ങനെ വിടലടിക്കരുത് ഇട്ടങ്ങള്. ഒരു 2 മുട്ട കൂട്ടിക്കോ. നിങ്ങളെ വിചാരം കണ്ടു കഴിഞ്ഞാൽ 2 നിങ്ങൾ ഇടുന്ന മാതിരിയാണല്ലോ. ഒരു മുട്ടെങ്കിലും ഇടും ഒരു കോഴി. അതെ, എല്ലാ കോഴി ഇടുവനെ. എന്റെ വീട്ടിലെ വിവരം അറിയോ? എനിക്ക് 10 പടക്കോഴി പഞ്ചായത്തിന് കിട്ടീനി. അങ്ങനെ 10 പടക്കോഴിനെ കിട്ടിയ സമയം ഓരോ ദിവസം ഓരോ കോഴി പോയി പോവാന്ന് കള്ളം കൊണ്ടുപോവാന്ന് ഞാൻ വിചാരിച്ചത്. എന്റെ വീട്ടിന്റെ അടുത്ത് കുറുക്കന്റെ ശല്യാണ്. അങ്ങനെ ഞാൻ വിചാരിച്ചു കുറുക്കൻ കൊണ്ടുപോകും. നോക്കുമ്പോ കുറുക്കനല്ല, എന്റെ വീട്ടിന്റെ അടുത്തുണ്ട് ഒരു കുറുക്കൻ സൂര്യ എന്ന് പറഞ്ഞേ. ഓൻ കൊണ്ടുപോവാ. അതെങ്ങനെ കൊണ്ടുപോകണെന്നറിയോ? എന്റെ കൂടാണെങ്കിൽ ആന ചവിട്ടിയാ പൊളിയാത്ത കൂടാ കോഴിക്കൂട്. അങ്ങനെ ഇവൻ എന്താ ചെമ്മന്റെ കക്ഷത്തെ ഒരു പൂവൻകോഴിനെ വെച്ച് എന്റെ പെടക്കോഴിയുടെ അടുത്തേക്ക് ഇങ്ങനെ വരും. അതിന് കൂടിന്റെ അടുത്ത് പൂവൻകോഴി ഞങ്ങൾ കളിപ്പിക്കും. എന്റെ പെടക്കോഴികളാണെങ്കിലോ ഈ പൂവനെ കണ്ടയും വഴിക്ക് ഇങ്ങനത്തെ ഒരു മാഞ്ഞാൽച്ചി കോഴികൾ ലോകത്തുണ്ടാവില്ല. ഈ പൂവനെ കണ്ടയും വഴിക്ക് സിൽക്ക് സ്മിത കളിക്കണായി ഹായ് 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 ഏനാത്തിച്ചി കോഴികള്. എനിക്ക് അവിടെ നട്ടപ്രാന്ത് അടിച്ച് ബാക്കിയുള്ളതിനൊക്കെ അവിടെ തുറന്നിട്ടാളിഞ്ഞു. ഞാനിപ്പോ ഈ കോഴിന്റെയും കുറുക്കന്റെയും കഥ കേൾക്കാനല്ലല്ലോ, എന്റെ കാര്യം വല്ലതും നടക്കും അത് പറ. എന്തൊരു കഷ്ടമാണ്. ഞാൻ അതായത് നിങ്ങളൊന്ന് വന്നിട്ട് അവിടെ ഒരു ഡാൻസ് പ്രോഗ്രാം ഒന്ന് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഞാനും രക്ഷപ്പെടും, നരകത്തിലുള്ള സ്റ്റാഫും എല്ലാരും രക്ഷപ്പെടും. അതുകൊണ്ടാണ്. അതല്ല, എനിക്ക് അല്ലേ തന്നെ ഇവിടെ നേരല്ലേ. എനിക്ക് സ്കൂൾ യുവജനോത്സവം പിന്നെ ജില്ലാ കലോത്സവം ഇതിനൊക്കെ കുട്ടികളെ പഠിപ്പിക്കാനുണ്ട്. എന്തായാലും ഒരു 2-3 ദിവസത്തെ കാര്യമല്ലോ. അയ്യോ അത് കഴിയില്ല. കഴിയെങ്കിലും ഞാൻ പറ്റുമെന്ന് പറയില്ല കാലേട്ടാ. അല്ല നിങ്ങൾ മിണ്ടാറിന് പോയിക്കൊള്ളുന്ന അവിടെ നല്ലതാണ്. ഞാനൊരു കാര്യം പറയാം. ഞാൻ എന്റെ ഒരു ഓപ്ഷൻ പറയാം. എന്തെങ്കിലും ആവട്ടെ, എന്തെങ്കിലും ഓപ്ഷൻ അത് പറയാം. അതായത് ഞാൻ ഡാൻസ് നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാം. നിങ്ങൾക്ക് എനിക്ക് എന്താ ഒരു നാട്ടിലെ രാജാവായ എനിക്ക് ഇവിടെ നിങ്ങൾ ഡാൻസ് പഠിപ്പിക്കുക, എന്നിട്ട് ഞാൻ നൃത്തം ചവിട്ടണം. അത് ശരിയാവണ കാര്യമാണോ? ആൾക്കാർ കളിക്കണേ. ആളുകൾക്ക് എന്നെ കാണുമ്പോൾ പേടി ബഹുമാനമൊക്കെ അങ്ങനത്തെ ആള് ഞാനായിട്ട് ഡാൻസ് കളിക്കാൻ പോവാ. നോക്കി ഞങ്ങൾ ഞാൻ പറയണ കേക്ക്. ഞാൻ കുറച്ച് മുദ്രകൾ കാണിച്ചു തരാം. അപ്പൊ അത് നിങ്ങൾ അതുപോലെ കാണിച്ചു നിങ്ങൾക്ക് പറ്റി നിങ്ങൾക്ക് നല്ല ആകാര ഭംഗി ഉണ്ടെന്ന്. രാജാവല്ലേ, അങ്ങനെ നമ്മൾ അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ ഒരുമ്പെട്ടാൽ എല്ലാം ശരിയാവും. ഞാൻ കാണിച്ചു തരാം. നിങ്ങളൊന്ന് ആദ്യമായിട്ടൊന്ന് നിങ്ങൾ നിന്നോട്ട്. നിങ്ങൾ മറ്റേ റിബണൊക്കെ ഒഴിവാക്കി എന്താ കരാട്ടെ വേണ്ടാത്തതൊക്കെ കണ്ടുപിടിക്കാൻ മുന്നോട്ടേക്ക്. സ്റ്റേജ് വന്ദനം, സ്റ്റേജ് വന്ദനം. അങ്ങനെ എങ്ങനെ പിടിച്ചോളൂ. നിങ്ങൾ ജിമ്മിൽ പോണ്ട, ഒന്ന് ഒതുങ്ങിക്ക്. 1 2 3 4. അയ്യോ ഞാൻ വിചാരിച്ചു ഇയാൾക്ക് കളിക്കാൻ പറ്റും തോന്നിയില്ല. ഈ ചെങ്ങായി വരുന്ന കണ്ടപ്പോ കീരിക്കാടന മാതിരി ഇപ്പൊ കൂടി ബ്ലേഡ് വെള്ളത്തിട്ടേ. അയ്യോ എന്താ ആകാര ഭംഗിയിൽ അയാൾ കളിച്ചതില്ലേ. അയ്യോ സത്യം പറയാണെങ്കിലേ എന്ത് രസായിട്ടാ കളിച്ചത്. ചോദിക്കണേലൊന്നും വിചാരിക്കരുത്, നന്നായിണ്ട്. ശരിക്കും
അയ്യോ ആ റൗണ്ട് കളിച്ചപ്പോ തെറ്റിപ്പോയില്ലേ? നല്ല രസണ്ട്. ശരിക്കും ഇപ്പൊ സ്വഭാവം മാറി. അയ്യോ ദാ പേന്. അയ്യോ ഇവനൊക്കെ ഇത് കൂടി രസം. സത്യം പറഞ്ഞ ഞാനിത് ഇത്ര പെട്ടെന്ന് പഠിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടേ ഇല്ല. തന്നെ ഇനിയിപ്പൊ ഞാനിത് അവിടെ പോയി പഠിപ്പിച്ചാ മതി. മതി. എന്നിട്ട് ഞാൻ അവിടെ മതി. അപ്പൊ ഈ പാട്ടെന്ത് ചെയ്യൂ? ഞാൻ വാട്സപ്പ് ചെയ്തരാ. ആ എന്നാ പിന്നെ എന്തായാലും അതല്ലേ നല്ലത്. ആ. അയ്യോ ഇത്രയും നല്ല പരിപാടിയാണ് ഇതാന്ന് അറിഞ്ഞിട്ടുണ്ട ഞാൻ നേരത്തെ ഇത് വന്ന് പഠിക്കും. ആ പഠിച്ചാ പോരെ. ഞാൻ അതല്ല ആലോചിക്കണം. അവിടെ ചെന്നിട്ട് എന്റെ ഭാര്യനെ കണ്ട കാര്യം ആലോചിച്ചിട്ടാ അയ്യോ. ചിരിച്ച് മരിച്ചു. അയ്യോ പോണ വഴിക്ക് ഒരു കാര്യം ചെയ്തു. മീശ കൊണ്ട് പഠിച്ചാൽ ഇനി അതിന്റെ ആവശ്യമില്ല. ഓ അല്ല ഏതായാലും പോവല്ലേ? ആ ഒന്ന് ഇങ്ങോട്ട് വരീന്ന്. ഇങ്ങോട്ട് ഇതാ. എടുത്തോടി. ഫീലിംഗ് പരലോകം എന്ന് പറഞ്ഞിട്ടില്ലേ? അതെ. ഓ മതി നല്ല നല്ലതല്ലേ? അപ്പൊ പിന്നെ അങ്ങനെ ചെയ്യട്ടോ. അപ്പളേ ആ ഞാൻ ഇനി അധികം നിക്കണില്ല. ആ. വേം പോട്ടെ. പോത്ത അവിടെ കാത്തുക്കും. ഓ ആയിക്കോട്ടെ. ഓ അന്ന സമ്മതിക്കണ്ടോ? എന്തേ? അല്ല ഭീമന്റെ കുരുമാരോ ചെങ്ങായിന് ജാതേമാരി ഇങ്ങനെ കാക്കിയില്ലേ? ആ ഇപ്പൊ ഇതിന്ന് എന്ത് മനസ്സിലായി? എന്ത് മനസ്സിലാക്ക? എന്നും മനസ്സിലായില്ലേ? എന്ത്? ആ ഞാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഏത് കാലനെയും ഞാൻ ഡാൻസ് മാസ്റ്റർ ആക്കും.